സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആരതി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ശ്യാമ വല്ലാതെ അസ്വസ്ഥയായിരിക്കുവാണ് കേട്ടോ. അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് ശ്യാമക്ക് പഴയ സംഭവങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. അഖിൽ സാറ് തൻ്റെ മുമ്പിൽ കുത്തേറ്റ് മരിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ശ്യാമ ഓർത്ത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുവാണ്. ശ്യാമക്ക് വല്ലാത്ത തളർച്ച അസ്വസ്ഥതയൊക്കെ തോന്നി ആകെ വയ്യാണ്ടാകുവാണ് കേട്ടോ. അങ്ങനെ അമൃത ശ്യാമയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും മുത്തശ്ശിയും കൂടി ആ സ്വർണം എങ്ങനെയെങ്കിലും കടമംഗലത്ത് നിന്ന് എടുക്കണമെന്ന് തീരുമാനിക്കുവാണ്. അതിനുവേണ്ടി ദേവനും യശോദയും തന്നെ സ്വർണത്തിൻ്റെ കാര്യം അവിടെ കടമംഗലത്ത് പോയി സംസാരിച്ചാൽ ഇനി അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ള കാര്യമുള്ളൂ എന്ന് പ്രിയങ്ക പറയുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ദേവനോടും യശോദയോടും സംസാരിച്ച് നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും അവർ നിനക്ക് തന്ന സ്വർണ്ണമല്ലേ, ആ സ്വർണം നിനക്ക് വേണമെന്ന് നീ അങ്ങ് നിൻ്റെ അച്ഛനോടും അമ്മയോടും പറയണം. അങ്ങനെ അവർ ഈ ആവശ്യവുമായിട്ട് ദേവൻ്റെ യശോദയുടെ അരികിലേക്ക് പോകുവാണ്. അങ്ങനെ പ്രിയങ്ക പറയണേ, അച്ഛനും അമ്മയും നാളെ എൻ്റെ കൂടെ കണിമംഗലത്ത് വരണം. അച്ഛനും അമ്മയും കൂടി എനിക്ക് തന്ന സ്വർണ്ണം ഉണ്ടല്ലോ, അതിപ്പോഴും കണിമംഗലത്തിരിക്കണേ. നിങ്ങൾ വന്ന് പറഞ്ഞാൽ ആ സ്വർണം തരുവുള്ളെന്നാണ് അവിടുത്തെ ആ ജയഭാരതി അമ്മയും ബാക്കിയുള്ളവരും ചേർന്ന് പറയുന്നത്. എനിക്ക് ആ സ്വർണം വേണം. അച്ഛനും അമ്മയും വന്ന് ആ സ്വർണം അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് തിരികെ വാങ്ങിത്തരണം. നിങ്ങളെൻ്റെ അച്ഛനും അമ്മയല്ലേ, ഒരു മോൾക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്തുകൂടെ? അന്നേരം ദേവൻ ചോദിക്കണേ, അല്ല അതിന് ഞങ്ങൾ നിൻ്റെ അച്ഛനും അമ്മയും ആണെന്നതിന് എന്താ തെളിവ്? നീ അത് സമ്മതിച്ച് തന്നിട്ടില്ലല്ലോ. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെയല്ലേ നീ പറയുന്നത്? അതേക്കുറിച്ച് പ്രിയങ്ക ചോദിക്കണേ, ഞാൻ നിങ്ങളുടെ മകളാണെന്നുള്ളതിന് തെളിവ് വേണോ? അത് അച്ഛനും അമ്മക്കും അറിഞ്ഞൂടെ? അറിയില്ല എന്ന് ദേവൻ പറയുവാണ് കേട്ടോ. അങ്ങനെ ദേവൻ്റെ യശോദയുടെ പെരുമാറ്റത്തിൽ നിന്നും പ്രിയങ്കയ്ക്കൊരു കാര്യം മനസ്സിലാകുമോ, ഇവരോട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി ഇവർ വന്ന് കടമംഗലംകാരോട് സംസാരിക്കാനൊന്നും പോകില്ലെന്ന്. അങ്ങനെ പ്രിയങ്ക ദേഷ്യത്തിൽ റൂമിലേക്ക് കയറി പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി രാധികയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുവാണ്. തൻ്റെ പ്രിയപ്പെട്ട ആർക്കോ എന്തോ ഒരു അപകടം പറ്റുന്ന പോലെ. അങ്ങനെ സ്വസ്ഥതയില്ലാതെ ഫിദ മാഡത്തിൻ്റെ കാര്യം ഓർത്ത് വല്ലാണ്ട് ടെൻഷനാകുവാണ്ടോ രാധിക. അങ്ങനെ അപ്പം തന്നെ ഫിദ മാഡത്തെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. എന്നാൽ ഈ സമയം ഫോൺ എടുക്കുന്നത് ആരതിയായിരിക്കും. അവരെല്ലാവരും ഹോസ്പിറ്റലിലായിരിക്കോട്ടെ ഉണ്ടാവുക. അങ്ങനെ പതിവില്ലാതെ മറ്റൊരു ഫോൺ എടുത്ത് സംസാരിക്കുന്നത് കേട്ട് രാധിക ചോദിക്കണേ, അല്ല ഇതാരാ? ഫിദ മാഡം ഇവിടെ? ഞാൻ ആരതിയാ. അല്ല അപ്പോൾ ഫിദ മാഡം എന്താ ഫോൺ എടുക്കാതെ എന്ന ടെൻഷനോട് കൂടി ചോദിക്കുവാണ്ടോ രാധിക. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് മുത്തശ്ശിയും പ്രിയങ്കയും കൂടി എങ്ങനെ പണം ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് തലപൊങ്ങഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ റോഡിലൂടെ നടക്കുമായിരിക്കും. ഈ സമയത്താണ് പ്രിയങ്ക ശരത്തിനെ വീണ്ടും വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. അങ്ങനെ ശരത്തിനെ കണ്ട് ഞെട്ടിലോടുകൂടി നിൽക്കുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്